പത്തനംതിട്ട വടശ്ശേരിക്കര ഒളികല്ലിൽ വീണ്ടും കടുവയെ കണ്ടുവെന്ന് നാട്ടുകാർ. പുലർച്ചെ വനാതിർത്തിയിൽ വന്യജീവിയെ കണ്ടുവെന്നത് മേഖലയിലാകെ പരിഭ്രാന്തിക്കിടയാക്കി. 1.5 മാസം മുൻപ് കുമ്പളത്താമണ്ണിൽ കടുവ പോത്തിനെ കടിച്ചു കൊന്നിരുന്നു. വനാതിർത്തി ഗ്രാമമാണ് ഒളികല്ല്. കാട്ടാനയും കാട്ടുപോത്തും കുരങ്ങുകളും മിക്കപ്പോഴും എത്തുന്നയിടം. ഇന്ന് പുലർച്ചെ എത്തിയത് കടുവ തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ കുമ്പളത്താമണിലായിരുന്നു കടുവയുടെ ശല്യം ഉണ്ടായിരുന്നത്. കൂട് വെച്ചു, കിട്ടിയില്ല. പക്ഷേ ആ കടുവ ആണോ എന്ന് സംശയിക്കുന്നു. ജനവാസ മേഖലയിലെ ഒളികല്ല് ജനവാസ മേഖലയിലെ കടുവ ഇറങ്ങി ജനങ്ങൾ ഭയചകിതരാണ്. കൊച്ചു പറഞ്ഞ് കടുവ എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി ഓടി കൊച്ചു കിടന്ന് അലറി വിളിച്ച് മേളത്തെ വീട്ടുകാരെ വിളിച്ച് അറിയിപ്പിച്ചിട്ട് അവർ പിന്നെ എല്ലാവരും ഓടി ഇറങ്ങി വന്ന് നാട്ടുകാരെല്ലാം വന്ന് നേരം തന്നെ ഫോറസ്റ്റിൽ വിവരം അറിയിപ്പിച്ച് ഫോറസ്റ്റുകാർ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് ഫോറസ്റ്റുകാർ ഇവിടെ എത്തി. അവർ വന്നിട്ട് കാട്ടിൽ കയറി, ഞങ്ങളെല്ലാം കാട്ടിൽ കയറി ചെന്നിട്ട് തിരിച്ച് അവർ വന്നെല്ലാം നോക്കി വെച്ച് അവരങ്ങ് പോയി. സാമാന്യത്തിൽ കവിഞ്ഞ വലിപ്പമുള്ളതായിരുന്നു കടുവയെന്നാണ് നാട്ടുകാർ വനം വകുപ്പ് ജീവനക്കാരെ അറിയിച്ചത്. ഒക്ടോബർ 28-ന് കടുവ പോത്തിനെ കടിച്ചുകൊന്ന കുമ്പളത്താമണ്ണിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് ഇന്നത്തെ സംഭവം. ഈ റോഡിന് കുറുകെ ക്രോസ് ചെയ്യുമായിരുന്നു കടുവ. അത് ഏകദേശം നല്ല സൈസുള്ളൊരു വലിപ്പമുണ്ട്. ഭയങ്കരമായ സൗണ്ട് പുറപ്പെടുവിച്ച് ഞങ്ങൾ 2 പേരത് നേരിട്ട് 3 പേര് കണ്ടു. അപ്പോഴത്തേനും 2 സെക്കൻഡ് കൊണ്ട് അത് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. സ്ഥലം പരിശോധിച്ചുവെങ്കിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായിട്ടില്ല എന്ന് റാന്നി DFO രാജേഷ് വിശദീകരിച്ചു. ആശങ്കകൾ നിലനിൽക്കുന്നതിനാൽ പട്രോളിംഗ് സ്ഥിരപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബറിൽ കുമ്പളത്താമണ്ണിൽ ഇറങ്ങിയ കടുവയെ പിടിക്കാൻ വെച്ച കെണി ഇപ്പോഴും അവിടെയുണ്ട്. 2023 മെയ് മാസം 4-ന് ഒളികല്ലിൽ ഇറങ്ങിയ കടുവ 2 ആടുകളെ കടിച്ചു കൊന്നിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.